ഹായ് എവ്രിവൺ. നമ്മള് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നാലാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ 3 പ്രകാരം നമ്മൾ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു പ്രോബ്ലം മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഫോർമാറ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. കാരണം ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. ഇതേ ഐറ്റംസ് തന്നിട്ട് നമുക്ക് സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഇത് പ്രിപ്പയർ ചെയ്യാനാണ് എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ട്. അപ്പൊ അതിന് ഫോർമാറ്റ് നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി 4-5 തവണ മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി സ്റ്റുഡൻസ് എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ്, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൽ എക്സ്ട്രാ കൺസെപ്റ്റുകളൊന്നും പറയാനില്ല, ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ഫോർമാറ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഫോർമാറ്റില് ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, കമ്പനിയുടെ പേര് കൊടുക്കുക, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരിയഡ് എൻഡ് ഏതാണോ പീരിയഡ് കൊടുക്കുക. നോർമലി ഇതിന്റെ ഒരു ഫോർമാറ്റ് അനുസരിച്ച് പെർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ ഓരോ കാര്യങ്ങൾ എഴുതുന്ന അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നോട്ട് നമ്പർ 1 കൊടുക്കുക. ഇപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നോട്ട് നമ്പർ 2, ഇതിൽ ഡീറ്റെയിൽ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നോട്ട് നമ്പർ 3, എന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നോട്ട് നമ്പർ അനുസരിച്ച് അവിടെ ഡീറ്റെയിൽ കാൽക്കുലേഷൻ കൊടുക്കും. ഇതാണ് രീതി. അപ്പോ പിന്നെ കറന്റ് ഇയറിലെ ഡാറ്റ, അതുപോലെ തന്നെ കമ്പാരിസണിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിന്റെ ഡാറ്റ, ഇതാണ് ഫോർമാറ്റ്. പക്ഷെ നോർമലി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ഡാറ്റ വെക്കൂല. കാരണം പ്രീവിയസ് ഇയർ ഡാറ്റ നമുക്ക് എന്തുണ്ട് ചെയ്യാനുണ്ടാവാറില്ല. പക്ഷെ എക്സാക്ട് ഇതനുസരിച്ച് ഫോർമാറ്റ് ഈ രീതിയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഓരോ നോക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ് അതിന്റെ എന്താണോ അതിന്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റി, ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്താണോ, ഈ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലൂടെ നടക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് സെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ, നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കമ്മീഷൻ, ഏത് ട്രേഡ് കമ്മീഷൻ പോലത്തതൊക്കെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. മെയിൻ ആയിട്ട് സെയിൽസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പോയിന്റ്. പിന്നെ അതർ ഇൻകം. അതർ ഇൻകം നമ്മൾ ബാക്കി എന്ത് ഇൻകം, റെന്റൽ ഇൻകം ഉണ്ടാവാം, ഡിവിഡൻഡ് ഉണ്ടാവാം, അങ്ങനെ എന്തൊക്കെ മറ്റ് ഇൻകംസ് ഉണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന മറ്റെന്തൊക്കെ ഇൻകം ഉണ്ടോ അതെല്ലാം നമ്മൾ ആ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ടോട്ടൽ ഇൻകത്തിന് ശേഷം എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. എക്സ്പെൻസസ് കുറക്കാൻ ആദ്യം നമ്മൾ എക്സ്പെൻസസ് എന്ന ഹെഡിങ് കൊടുത്തു. അതിൽ ഓരോ ഐറ്റം, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ. ഒരു സ്ഥാപനത്തിന് സ്റ്റോക്ക് എന്ന രീതിയിൽ 3 ടൈപ്പ് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് റോ മെറ്റീരിയൽ, രണ്ടാമത്തെ ഫിനിഷ്ഡ് ഗുഡ്സ്, മൂന്നാമത്തത് വർക്കിംഗ് പ്രോഗ്രസ്. അപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് അവിടെ, അതായത് റോ മെറ്റീരിയലിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കാണുക, നമ്മുടെ ഓപ്പണിംഗ് റോ മെറ്റീരിയൽ നോക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ, അതിലേക്ക് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല കേട്ടോ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത്. എത്രയാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ് കൺസംഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പർച്ചേസിൽ വരിക. പിന്നെ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഇൻ ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, WIP. അതായത് ഓപ്പണിംഗ് ക്ലോസിംഗ് ഡിഫറൻസ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താവട്ടെ, അതേപോലെ തന്നെ WIP, ഇതിന്റെ ഒക്കെ എന്താണ് റോ മെറ്റീരിയൽ അല്ല കേട്ടോ. റോ മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ്, ക്ലോസിംഗ് സ്റ്റോക്കിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ചിട്ടുള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്. ഓപ്പണിംഗ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ
ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് വാല്യൂസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ നമുക്ക് എന്തൊക്കെ വരാൻ പറ്റും? സാലറീസ്, വേജസ്, ബോണസ്, PF എന്തെങ്കിലും കൊടുത്ത അത്തരം കാര്യങ്ങൾ, എംപ്ലോയീസിന് കൊടുക്കുന്ന കാര്യം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഫിനാൻസ് കോസ്റ്റ്. എന്താ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻട്രസ്റ്റുകളാണ് ഫിനാൻസ് കോസ്റ്റ്. ഇൻട്രസ്റ്റ് എന്തിനൊക്കെ വരാം? ലോണിന്റെ വരാം, ഡിബഞ്ചർ വരാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ബോറോയിങ്സ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നോർമലി എന്ത് ചെയ്യാൻ വരിക. ഓക്കെ, ബോറോയിങ് കോസ്റ്റ്, ബോറോയിങ്സ് അല്ല, ബോറോയിങ് കോസ്റ്റ്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ മേലെ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത ഗുഡ്വിൽ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. ഇനി അതല്ലാത്ത മറ്റെന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഇതിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമാറ്റ് ഇനി ഒന്ന് നോക്കുക എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്തെടുത്തു? ടോട്ടൽ ഇൻകം കണ്ടു, പിന്നെ എക്സ്പെൻസസ് മൊത്തം ചെയ്തു, എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉദാഹരണം 1 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. ഇതൊരു 50,000 ഉണ്ടെങ്കിൽ 50,000 കൊടുത്തു. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1,50,000 വന്നു, 1,50,000. ഇനി ഇതില് ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഇതിലൊരു 10,000 രൂപ. ഓക്കെ, ഇവിടെ ഒരു 5,000 രൂപ. ഓക്കെ, ഇനി ഡിപ്രീസിയേഷനിൽ ഒരു 5,000 രൂപ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നോക്കേണ്ടത് എന്താണ്? ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഇത് ടോട്ടൽ എത്ര? 20,000 രൂപ. ഇതാണ് ഇപ്പൊ ഉള്ളത്. ആദ്യം നമ്മൾ മൂന്നാമത്തേൽ ടോട്ടൽ ഇൻകം എഴുതി, നാലാമത്തേൽ എന്ത്? ടോട്ടൽ എക്സ്പെൻസ് എഴുതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. ഓക്കെ, ടോട്ടൽ എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാല് ഇനി ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം. പിന്നെ നമുക്ക് എക്സെപ്ഷണൽ ഐറ്റംസ് എന്ത് ചെയ്യുക? കുറക്കുക എന്നുള്ളതാണ്. എക്സെപ്ഷണൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും എർത്തിക്കേക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് വരുന്ന നഷ്ടങ്ങളാണ്. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. എക്സെപ്ഷൻ ഐറ്റം കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. എന്നിട്ട് ടാക്സ് എത്രയാണോ ഓരോ വർഷത്തും കറണ്ട് ഇയറും അതുപോലെ തന്നെ ഡെഫേർഡ് ആയിട്ടുള്ള ടാക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് ബാലൻസ് കിട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിന് ഈ എക്സ്പെൻസസ് കുറച്ചു. അപ്പൊ ഈ 9ാമത്തെ നമുക്ക് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നിലവിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ബിസിനസ് ഓപ്പറേഷൻ, നിലവിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ചിലപ്പോൾ ഈ വർഷം നമ്മൾ എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എക്സ്പെൻസസ് ഉണ്ടാവും. അതിന്റെ ലോസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡിസ്കണ്ടിന്യൂ ബിസിനസിന്റെ ടാക്സ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് കിട്ടും. അതെങ്ങനെ കിട്ടുന്നത്? 10ന്ന് 11 കുറച്ചാൽ മതി. ഓക്കെ, ഇത് നമ്മൾ 9 അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ? 7ന്ന് 8 കുറച്ചിട്ട്, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് കുറച്ചിട്ട്. ഇപ്പം കണ്ടിന്യൂയിങ് ബിസിനസ് എന്നുള്ള പ്രോഫിറ്റ് കിട്ടി, പിന്നെ ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ് എന്നുള്ള പ്രോഫിറ്റ് കിട്ടി. ഇനി രണ്ടിന്നും കൂടുള്ള പ്രോഫിറ്റ് ആഡ് ചെയ്യുക, അതാണ് 13. പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, ഈ വർഷം മൊത്തമുള്ള പ്രോഫിറ്റ്, അത് കണ്ടിന്യൂയിങ് ഓപ്പറേഷനും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനും ആയി. പിന്നെ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഇൻകംസ്, ടാക്സബിൾ അല്ലാത്ത ഇൻകംസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക. അതിനാണ് കോംപ്രഹെൻസീവ് ഇൻകം എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്നിട്ട് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം, ഇതിപ്പം എന്തായി? 13 അനുസരിച്ച് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി, പിന്നെ അതർ കോംപ്രഹെൻസീവ് ഇൻകം ആഡ് ചെയ്തു, അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞു, പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി ഏർണിംഗ് പെർ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണോ ടോട്ടൽ പ്രോഫിറ്റ് അതിന്റെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അത് ബേസിക്കും EPS ഉണ്ട്. ഇത് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ്റെതാണ്. കണ്ടിന്യൂയിങ് ഓപ്പറേഷന് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകൾ ചെയ്യാം, അതാണ് EPS എന്ന് പറയുന്നത്. അതേപോലെ കണ്ടിന്യൂയിങ്ങിന്റെ ആണ് ഇപ്പൊ ഈ ചെയ്തത്, അത് നേരത്തെ മുകളിലുള്ള തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന. ഡിസ്കണ്ടിന്യൂഡിന്റെ ഇതേപോലെ വേണം. ഡിസ്കണ്ടിന്യൂഡിന്റെ പ്രോഫിറ്റ് എടുക്കുക, എന്നിട്ട് നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി കണ്ടിന്യൂഡും ഡിസ്കണ്ടിന്യൂഡും കൂടെ ടോട്ടൽ ചെയ്തിട്ട് അതിന്റെ ബേസിക് EPS-ഉം ഡയല്യൂട്ടഡ് EPS-ഉം കാണും. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നല്ലപോലെ മനസ്സിലാക്കുക. വേറൊരു ഓപ്ഷനും ഇല്ല. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ഓപ്ഷൻ ഉള്ളൂ. അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നല്ലപോലെ ഫോർമാറ്റ് ഒരു 3-4 തവണ കാണുക, അതിനുശേഷം സ്വമേധി ഒരു 3-4 തവണ എഴുതി വെക്കുക, അതോടുകൂടി സെറ്റ് ആവും. ഓക്കെ, തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.